PSC നിയമന തട്ടിപ്പിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. പരാതിക്കാരിൽ നിന്ന് പ്രാഥമികമായി വിവരം തേടി വിശദമായ പരിശോധനയ്ക്ക് ശേഷമാകും ഏതെല്ലാം നിയമനങ്ങളിൽ കേസെടുക്കണമെന്ന് അന്വേഷണ സംഘം തീരുമാനിക്കുക. രേഖകൾ ആവശ്യപ്പെട്ട് PSCക്ക് കത്ത് നൽകും. സുനിൽ ഐസക് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. സുനിൽ, ഗുഡ് മോർണിംഗ്. അങ്ങനെ PSC നിയമന തട്ടിപ്പിൽ സമഗ്രമായ അന്വേഷണം തുടങ്ങുകയാണ് ക്രൈംബ്രാഞ്ച്. അപ്പോൾ ഈ ഒരു കേസ് മാത്രമല്ല, മറിച്ച് ഈ മറ്റ് കേസുകൾ കൂടി, അതായത് ഏതൊക്കെ ഇടങ്ങളിൽ നിയമനത്തിൽ അപാകതകൾ, ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിശോധിക്കാനുള്ള ഒരു തീരുമാനം കൂടി ആയിട്ടുണ്ട്. എന്തായാലും പ്രാഥമിക ഘട്ടമായ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടത്തിൽ എന്തൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടികൾ ഇനി ഉണ്ടാവുക? ആസൂത്രണ ബോർഡ് ചീഫ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, DYSP സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നിവയിലെ ക്രമക്കേടുകളാണ് ആദ്യഘട്ടത്തിൽ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് സംഘം അന്വേഷിക്കുക. ഇതിന്റെ ഭാഗമായി ഇന്നലെ മുതൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പ്രത്യേക സംഘം മൊഴിയെടുത്തു തുടങ്ങിയിട്ടുണ്ട്. രേഖകളടക്കം തെളിവുകളടക്കം ഉദ്യോഗാർത്ഥികൾ ഇന്നലെ മൊഴി നൽകിയെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ ഇതിന്റെ കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം PSCക്ക് കത്ത് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ചയായിരിക്കും കത്ത് നൽകുക. എന്തായാലും തിങ്കളാഴ്ച PSCയുടെ ബോർഡ് യോഗം ചേരുന്നുണ്ട്. ഈ ബോർഡ് യോഗത്തിൽ ഈ വിഷയം ഗൗരവമായി തന്നെ ചർച്ചയ്ക്കെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം, ഇതിന് ഏത് തരത്തിലാണ് ഇതിനെ നേരിടേണ്ടത് എന്നൊരു ചർച്ച ഒരുപക്ഷെ PSCയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം PSCയുടെ നിലപാട്, അവരൊരു ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ പുറമേ നിന്നുള്ള മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം വേണ്ട എന്ന നിലപാടാണ് PSCയിലെ ഭൂരിഭാഗം അംഗങ്ങളും എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഏത് തരത്തിലാണ് നിയമപരമായി ഒരുപക്ഷെ നേരിടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഈ നിലവിലെ അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത ആരായുന്നുണ്ട് PSC എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇത്രയധികം പരീക്ഷകളിൽ വലിയ തോതിൽ ഇത്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കോടതിയെ സമീപിച്ചാൽ പോലും ഹൈക്കോടതി നിലവിലെ അന്വേഷണത്തിന് തടയിടാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, ഇതിനെ നേരിടാനുള്ള നീക്കമാണ് PSCയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെങ്കിൽ സർക്കാരും അത്തരത്തിൽ തന്നെയായിരിക്കും ഇതിനോട് അവരുടെ നിലപാട് എടുക്കുക. അതുകൊണ്ട് തന്നെ പരസ്യമായി സർക്കാരുമായി ഒരു യുദ്ധത്തിലേക്ക് പോകാൻ PSC സാധ്യതയുമില്ല. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലാണ് ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്, ഈ അന്വേഷണത്തോട് സഹകരിക്കണോ അതല്ലെങ്കിൽ ഏത് തരത്തിലാണ് പോകേണ്ടതെന്ന കാര്യത്തിൽ തിങ്കളാഴ്ച ചേരുന്ന PSC ബോർഡ് യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിനിടെ PSC ഇതിന്റെ പരീക്ഷയുടെ OMR ഷീറ്റുകൾ അടക്കമുള്ളവ, കഴിഞ്ഞ കുറെ കാലമായി നടത്തിക്കൊണ്ടിരുന്ന പരീക്ഷകളുടെ ഷീറ്റുകൾ അടക്കമുള്ളവ നശിപ്പിച്ചു കളയാനുള്ള ഒരു നീക്കം നടത്തുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ പരീക്ഷാ പേപ്പറുകൾ, അതിന്റെ മാർക്ക് ലിസ്റ്റുകൾ, ഉത്തരക്കടലാസുകൾ ഒന്നും നശിപ്പിക്കരുതെന്നും PSCക്ക് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ പരിശോധിച്ചുകൊണ്ട് ഈ തട്ടിപ്പിന്റെ ആഴങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ക്രൈംബ്രാഞ്ചിന്റെ നിലവിലെ ഒരു തീരുമാനം. അതിനായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ തെളിവുകളും പരിശോധിക്കുമെന്ന വിവരം കൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്, ഈ ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ ലഭിച്ച മാർക്ക് PSCയിലെ ചില ഉദ്യോഗസ്ഥർ ത്രൂ PSC അംഗങ്ങൾ മനസ്സിലാക്കുകയും അതിനുശേഷം അഭിമുഖ പരീക്ഷയിൽ അവർക്ക് അതിനനുസരിച്ച് മാർക്ക് കൂട്ടി നൽകി അവരെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച് നിയമനം നൽകുക, ഈ തട്ടിപ്പാണ് നടന്നത്. അതുകൊണ്ട് തന്നെ PSCയുടെ ചെയർമാൻ അടക്കമുള്ള മറ്റ് PSC അംഗങ്ങൾ അടക്കമുള്ളവരുടെ ഫോൺ രേഖകൾ, ഒപ്പം PSC ഓഫീസിലെ കമ്പ്യൂട്ടറുകൾ, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ഫോൺ രേഖകൾ തുടങ്ങിയവയൊക്കെ വിശദമായി പരിശോധിച്ച് നടപടികളിലേക്ക് നീങ്ങാനാണ് PSCയുടെ തീരുമാനം. എന്തായാലും പ്രാഥമികമായി ഇക്കാര്യത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഒരു പ്രാഥമികമായ ഒരു കണ്ടെത്തൽ. അതിലെ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിൽ അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ, അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ FIR രജിസ്റ്റർ ചെയ്ത് തന്നെ കേസുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ തീരുമാനം. ശരി, സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ PSC നിയമന തട്ടിപ്പുകൾ ഓരോന്നായി അന്വേഷിക്കാനാണ് ക്രൈംബ്രാഞ്ച് സംഘം ഒരുങ്ങുന്നത്. ഇവിടേക്ക് എന്തൊക്കെ തട്ടിപ്പുകൾ നടന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.